Hi, hello guys, welcome back to my YouTube channel. Hope you all doing great. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കൊന്ന് പുറത്ത് പോകണം. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. വേറൊന്നുമല്ല, ഭയങ്കരമായിട്ട് ഞാൻ വണ്ണം വെച്ചു. ഇതൊന്ന് കഴിച്ച് നന്നായിട്ട് വണ്ണം വെച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ഡയറ്റ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് സ്റ്റക്കൊക്കെ ആവുന്ന സമയത്ത് ഞാൻ എടുത്തുകൊണ്ടിരുന്ന ഡയറ്റാണ് മിലിറ്ററി ഡയറ്റ്. മിക്കവരും തന്നെ കേട്ട് കാണുമായിരിക്കും എന്താണ് മിലിറ്ററി ഡയറ്റ് എന്നുള്ളത്. അതൊരു 3 days ചാലഞ്ചിങ് ഡയറ്റാണ്. പണ്ട് മിലിറ്ററിയിലുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഫുഡ് പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ 3 days നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒരു ഐസ്ക്രീമും യോഗേർട്ടും ബ്രെഡൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ വളരെ വണ്ടർഫുൾ ഡയറ്റാണത്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാം. അതേപോലെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫി ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ അടിപൊളി ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഷോർട്സ് കാണുക. അപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഔട്ട്ഫിറ്റ്. ഭയങ്കര സുഖമാണ് കേട്ടോ ഇതിടാനായിട്ട്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ആണ്. ശരിക്കും ഇറങ്ങാൻ കറക്റ്റ് ആയപ്പോഴത്തേക്കിനും ഇതേ ചാറ്റൽ മഴ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാറ്റുമുണ്ട്. കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ജസ്റ്റ് ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വഴി നോക്കിയപ്പോഴത്തേക്കിനും കാറൊക്കെ കുറവാണ്, വണ്ടിയൊക്കെ ഇന്ന് കുറവാണ്. കാരണം സൺഡേ അല്ലേ, പൊതുവെ എല്ലാവരും വീട്ടിൽ ഇരുന്ന് മഴയൊക്കെ അല്ലേ, അപ്പം നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കാം. അതുകൊണ്ട് അത്യാവശ്യം തിരക്കും കുറവായിരുന്നു കേട്ടോ റോഡിൽ നിന്ന്. അപ്പോൾ എന്താണ് നമ്മുടെ ഹൈഫ്രഷ്, ഞാൻ മിക്കവാറും ഇവിടെയാണ് ഈ ഹൈപ്പർ മാർക്കറ്റിലാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് തന്നെ വരുവാണെങ്കിൽ എല്ലാ സാധനവും കിട്ടുമല്ലോ. അപ്പോൾ വേറെ സ്ഥലത്ത് കയറി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെയും ഹൈ റേഞ്ച് ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. അവിടെയായിരിക്കും സ്ഥിരമായിട്ട് പോകുന്നൊരു സ്ഥലം. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് തന്നെ ബേക്കറി ഉണ്ട്. അതിൻ്റെ മണ്ടയിൽ നമുക്ക് ഇങ്ങനത്തെ ലേഡീസ് സ്റ്റോർ ഐറ്റംസും അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് കേട്ടോ ഇവിടെ ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ 2 രൂപയുടെ ബ്രൂവിൻ്റെ ഷാഷറ്റ് ഉണ്ടല്ലോ, സംഭവം അടിപൊളിയാണ്. ഞാൻ അല്ലാത്ത ബ്രൂ പാക്കറ്റിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഷാഷറ്റ് വാങ്ങാനായിട്ടാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഷാഷറ്റ് ഇട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് വരും. ഞങ്ങൾക്ക് അതിന് അധികം കടുപ്പം വേണ്ട. അതുപോലെ ഞാൻ ലോ ഫാറ്റ് മിൽക്കും കുടിക്കുന്നതുകൊണ്ട് അധികം കടുപ്പത്തിൽ ഞാനിപ്പോൾ കുടിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാഷറ്റ് ഉണ്ടെങ്കിൽ 2 പേർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. അത് എല്ലാവർക്കും പറ്റില്ല, പക്ഷേ എനിക്ക് ഓക്കെ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സംഭവം ഐറ്റം ഇരിക്കുന്ന ഈ സൈഡിലാണ്. ഇവിടെ വന്ന് എല്ലാ ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന ഈ ഒരു റാക്കിലാണ്. അപ്പോൾ ഇവിടെ വരിക, ബിസ്ക്കറ്റ് ഐറ്റംസ് ഇഷ്ടമുള്ള പല പല സാധനങ്ങൾ വരുമ്പോൾ എടുക്കുക. അപ്പോൾ ഞാനിന്ന് എടുത്തേക്കുന്ന മൊണോക്കയാണ്. ഞാൻ പറഞ്ഞല്ലോ മിലിറ്ററി ഡയറ്റിൽ. അപ്പോൾ മിലിറ്ററി ഡയറ്റിൽ ഒരു സോൾട്ടി ബിസ്ക്കറ്റ്, ഒരു ക്രാക്കേഴ്സ് വേണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പറ്റുന്നൊരു ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മൊണോക്കയാണ്. അത് അപ്പോൾ ഒരു 8 എണ്ണമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ലെവലിലാണ്. അപ്പോൾ അതൊരു കുഞ്ഞു പാക്കറ്റ് നോക്കിയിട്ട് കണ്ടില്ല. ഇനി അടുത്തത് പോകുന്നത് നമ്മുടെ യോഗേർട്ട് സെക്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഡയറ്റിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗറുള്ള യോഗേർട്ട് കഴിക്കാം, അതായത് ഫ്ലേവേർഡ് യോഗേർട്ട് കഴിക്കാം. ഒന്നെങ്കിൽ ഫ്ലേവേർഡ് യോഗേർട്ട് അല്ലെങ്കിൽ ഐസ്ക്രീം. അപ്പോൾ ഞാൻ ഐസ്ക്രീമിന് വരെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫ്ലേവേർഡ് യോഗേർട്ടാണ്. അപ്പോൾ 3 ദിവസത്തെ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ 3 ഫ്ലേവേർഡ് യോഗേർട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ 2 ഫ്ലേവേർഡ് യോഗേർട്ട് എടുത്തിട്ട് ഇറങ്ങി. കാരണം ഒരു ദിവസം അതിൻ്റെ പകുതി കഴിച്ചാൽ മതില്ല, അത്യാവശ്യം ഉണ്ട് ആ ഫ്ലേവേർഡ് യോഗേർട്ട്. പിന്നെ ഞാൻ ഇനിയിപ്പം നേരെ പോകുന്ന എന്തെങ്കിലും കോഫി കുടിക്കുക. എനിക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു കോഫി കുടിച്ചില്ലെങ്കിൽ സമാധാനമാകത്തില്ല. എനിക്ക് അവിടുത്തെ കോഫി, എനിക്ക് കട്ടപ്പനയിൽ അത്യാവശ്യം എനിക്കിഷ്ടമുള്ളൊരു ഒരു കഫ്തീരിയ എന്ന് പറയുന്ന ഹൈ ഫ്രഷിലെ ബ്രേക്ക് ഫാക്ടറി കഫ്തീരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരിക, കോഫി കുടിക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഇവർക്കറിയാം ഞങ്ങളുടെ മെനു എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് വിത്തൗട്ട് ഷുഗറും അമ്മയ്ക്ക് വിത്ത് ഷുഗർ കോഫി ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് തന്നെ അവർ ചോദിക്കും കോഫി അല്ലേ എന്നുള്ളത്. അപ്പം ഞാൻ അവിടെ വന്നിരുന്നു, കോഫിയും അതുപോലെ പപ്സ് ഓർഡർ ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഏകദേശം സന്ധ്യയൊക്കെ ആറായി. അന്നപ്പോഴത്തേക്കിനും മിക്ക ഐറ്റംസും അവിടെ തീർന്നു പോയി. ഇവിടുത്തെ പിസ്സ അടിപൊളിയാണ്. ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിടാം. അടിപൊളി ടേസ്റ്റാണ്. എനിക്കൊന്ന് കട്ടപ്പനയിൽ അങ്ങനെ എല്ലായിടത്തും പിസ്സ കിട്ടുന്ന ഒരു സ്ഥലമില്ല. ഇവിടുത്തെ പക്ഷേ പിസ്സ എന്ന് പറയുമ്പോൾ ചിക്കൻ ടിക്ക പിസ്സയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സംഭവമാണ്. അത്യാവശ്യം നല്ല ഫ്ലേവറിൽ അവർ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത മീറ്റ് പപ്സും അമ്മി ബനാന പപ്സും ആണ് ഓർഡർ ചെയ്തത്. സംഭവം നല്ല ക്രഞ്ചി ആയിരുന്നു. ആസ് യൂഷ്വൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ
മീറ്റ് പപ്സ് എന്ത് ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടും ഉണ്ടായിരുന്നു, പുറത്ത് നല്ല മഴയും തണുപ്പാകുമ്പോൾ മീറ്റ് പപ്സും വിത്ത് ദാറ്റ് ഹോട്ട് കോഫിയും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കുമല്ലോ. അത്യാവശ്യം നല്ല ക്രഞ്ചിയും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് മിക്കവാറും തന്നെ കഴിക്കുന്നത് ചിക്കൻ പപ്സാണ്. അപ്പം ചിക്കൻ പപ്സ് അവിടെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്രാവശ്യം മീറ്റ് പപ്സ് ഓർഡർ ചെയ്തത്. എനിക്കിഷ്ടമാണ് കേട്ടോ മധുരം ഇടാത്ത കോഫി. എനിക്ക് അത്യാവശ്യം അവരുടെ കോഫീസൊക്കെ സംഭവം സെറ്റാണ്. മധുരം ഇല്ലാതാണ് ഞാൻ മിക്കവാറും തന്നെ കോഫി കുടിക്കാറുള്ളതും. ഷുഗർ ഡയറ്റ് ആണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഷുഗർ കഴിക്കും, എന്നാലും കോഫി ടീ അങ്ങനത്തെ ഉള്ള സംഭവത്തിലൊക്കെ മധുരം ഇടത്തില്ല ഞാൻ മിക്കവാറും ടൈമിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നേരം അവിടെ നിന്ന് ഞാനും മമ്മിയും കൂടി വർത്താനം പറയും. ഞങ്ങളുടെ സ്ഥിരം കോർണർ സൈഡ് സീറ്റാണ് കേട്ടോ എൻ്റെ മമ്മിയുടെയും. എപ്പോൾ വന്നാലും അവിടെ ഇരിക്കും. ഇനി അവിടെ ഫില്ലാണെങ്കിൽ മാത്രമേ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുകയുള്ളൂ. മിക്കപ്പോഴും തന്നെ ആ ഒരു കോർണർ സീറ്റായിരിക്കും ഉള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ ഫസ്റ്റ് ഫ്ലോർ വരെ കയറാനായിട്ട് ഞങ്ങൾ എന്തിനാ ആദ്യം ലിഫ്റ്റ് എടുത്തേന്ന്. ഈ കാണുന്ന സ്റ്റെപ്പിൽ ഒരു ദിവസം ഇറങ്ങിയപ്പം മമ്മി അറിയാതെ ഒന്ന് കാല് തെറ്റി ഒന്ന് വീണായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ മമ്മി ഈ സ്റ്റെപ്പ് വഴി കയറ്റത്തില്ല. കാരണം ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട് അന്ന് അവിടെ ഒരു മാറ്റ് പോലത്തെ സംഭവം ഇട്ടുണ്ട്, അപ്പോൾ തെന്നുമായിരുന്നു. അപ്പോൾ അതേ തെന്നി അമ്മ ചെറുതായിട്ടൊന്ന് കാല് ഉളുക്കിയത് കൊണ്ട് പിന്നെ ഞങ്ങളെപ്പോഴും ലിഫ്റ്റ് വഴിയാണ് കേട്ടോ പോണേ. അപ്പം നമുക്ക് പോവാണ്. പിന്നെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.